പാടത്തും പറമ്പിലും അങ്ങാടിയിലും മേഞ്ഞു നടക്കുന്ന പശുക്കളും ആടുകളുമൊക്കെ നമുക്ക് പരിചിതമായ കാഴ്ചയാണ്. എന്നാൽ തെരുവിലും വയലിലുമൊക്കെ നടക്കുന്നത് ദിനോസറുകളാണെങ്കിലോ? അങ്ങനെയൊരു ഗ്രാമമുണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ. പാലക്കാട് ജില്ലയിലെ ദിനോമുക്ക് എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. അമ്മിണിയെന്നും നന്ദിനിയെന്നുമൊക്കെ പേരിട്ട് ദിനോസറുകളെ വളർത്തുന്ന ഒരു ഗ്രാമം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഗ്രാമം ഒറിജിനൽ അല്ല. ഒരു കൂട്ടം ചെറുപ്പക്കാർ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരുക്കിയ പാലക്കാട്ടെ സാങ്കല്പിക ഗ്രാമമാണ് ദിനോമുക്ക്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയായിരുന്നു ദിനോമുക്കിൻ്റേത്. കൊച്ചിയിലെ സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘം യുവ എഞ്ചിനീയർമാരാണ് വീഡിയോ തയ്യാറാക്കിയത്. 78 സെക്കൻഡുള്ള ഈ വീഡിയോ പൂർണ്ണമായും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. സാങ്കല്പിക ഗ്രാമമായ ദിനോമുക്കിനെ കുറിച്ച് വിവരിച്ചുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ തെങ്ങും തണൽ മരങ്ങളും തലയുയർത്തി നിൽക്കുന്ന ഗ്രാമം. ഓടിട്ട വീടുകൾക്ക് സമീപത്തുള്ള തെങ്ങിൻ തോപ്പിലൂടെ ഒറ്റയ്ക്കും കൂട്ടായും നീങ്ങുന്ന ദിനോസറുകൾ. ദിനോസർ കൃഷിയെക്കുറിച്ച് വിവരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയും കർഷകനെയും വീഡിയോയിൽ കാണാം. വളരെ എളുപ്പത്തിൽ അത്യാവശ്യം നല്ല ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ദിനോസർ കൃഷി. ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു 300 കൂടുതൽ മുട്ടകളെങ്കിലും നമുക്ക് ദിനോസറിൽ നിന്ന് കിട്ടും. അത് വളരെ വലിയ മുട്ടയുമാണ്. ഓരോരുത്തരും ഇവയുടെ കാഷ്ടം ജൈവ കൃഷിക്ക് ഏറ്റവും ബെസ്റ്റാണ്. പൊതുവെ ശാന്തശീലരായ ദിനോസറുകളെ മുട്ടയ്ക്കായും മാംസത്തിനുമായാണ് ഉപയോഗിച്ചു വരുന്നത്. വളരെ എളുപ്പത്തിൽ അത്യാവശ്യം ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് ദിനോസർ കൃഷി എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. ഒരു വർഷത്തിൽ 300 കൂടുതൽ മുട്ടയിടുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ടെലിവിഷൻ ചാനലുകളിലെ കാർഷിക പരിപാടികളെ അനുകരിച്ചുകൊണ്ടാണ് സംഘം വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ജുറാസിക് പാർക്ക് പോലെ പാലക്കാട്ടെ ദിനോമുക്ക് ഒരു രസകരമായ കാഴ്ചാവിരുന്നാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.